അത് ഞാൻ കെ വി എസ് ഹരിദാസിലേക്ക് പോകുന്നു. കെ വി എസ് ഹരിദാസ്, പൂർണ്ണമായും രാജ്യം ഒറ്റക്കെട്ടാണ് സർക്കാരിനോടൊപ്പം. ഇപ്പോൾ 12 ദിവസങ്ങൾ പൂർത്തിയാവുന്നു ഭീകരാക്രമണം നടന്നിട്ട്. ചില സൂചനകൾ വരുന്നത് ഈ ഭീകരർ പാക് അധിനിവേശ കാശ്മീരിലേക്ക് കടന്നുവെന്നാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ സൈന്യവും NIA-യും എല്ലാം കൃത്യമായി പരിശോധന നടത്തുകയും പൂർണ്ണമായ ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരെങ്കിലും എന്തുകൊണ്ടാണ് തിരിച്ചടി വൈകുന്നത് എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ്. എന്താണ് അതിനുള്ള മറുപടി ശ്രീ ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, ഈ കൃത്യം ചെയ്തവർ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും കൃത്യമായ മറുപടി നൽകും എന്നത് പ്രധാനമന്ത്രിയുടെ വാക്കാണ്. അത് ഈ രാജ്യത്തിൻ്റെ നിലപാടാണ്. ഇതിൽ ആരെയൊക്കെ പിടിച്ചു ആരെയൊക്കെ പിടിച്ചില്ല എന്നുള്ള ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യവുമില്ല. ആ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതാണ്ട് 300ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. പ്രതികൾ എന്ന് സംശയിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട 300ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. 12,000-ഓളം പേരെ അല്ലാതെ അറസ്റ്റ് ചെയ്യാതെ തന്നെ നിരീക്ഷണത്തിൽ നിർത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ആർമിയുണ്ട്, അതിന് പുറമെ NIA-യും ഉണ്ട്. ഇതിൽ പെടുന്ന ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ അരുണിൻ്റെ സംശയം, എന്തുകൊണ്ടാണ് പ്രത്യാക്രമണം വൈകുന്നത്? ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇവിടെ സൈനിക വിദഗ്ധന്മാരുണ്ട്. ഞാനേക്കാൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയുന്നവരാണ്. പക്ഷേ ഇതിലൊരു ടൈം ലിമിറ്റ് നമ്മൾ ചാനലിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്ക്. ഇത് പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം സർക്കാർ പറഞ്ഞത് എന്താ? ദ ഡിഫൻസ് ഫോഴ്സസ് ഹാവ് ബീൻ ഗിവൺ എ ഫ്രീ ഹാൻഡ്. ഇവിടെ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ അധികാരങ്ങളും ഇവിടുത്തെ സൈനിക നേതൃത്വത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യാൻ പ്രാപ്തരാണെന്ന് മുമ്പ് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി മറക്കരുത്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനിലുള്ള ബേജാറ് നമ്മൾ കാണാതെ പോയിക്കൂടാ. പാകിസ്ഥാനിൽ കഴിഞ്ഞ ഈ പഹൽഗാം സംഭവത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു, ഇന്ത്യയെ യുദ്ധം ചെയ്യാൻ വരുന്നു, ഇന്ത്യയെ പിടിച്ചടക്കാൻ വരുന്നു എന്നുള്ള നിലവിളിയാണ് പാകിസ്ഥാനിൽ എമ്പാടും കാണുന്നത്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. പണപ്പെരുപ്പം കൂടിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലാതായിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തിയിൽ കഴിഞ്ഞുകൂടുന്ന ചിത്രം. അവിടുത്തെ ആർമിയിൽ നിന്ന് കൂട്ടത്തോടെ പലായനം, ജനങ്ങൾ അല്ലെങ്കിൽ സൈനികർ ആർമി വിട്ട് പോകുന്ന ചിത്രവും നമ്മൾ കണ്ടു. ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കാലുകുത്താൻ കഴിയാത്ത വണ്ണമുള്ള പ്രതിരോധം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ അന്തരീക്ഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ഡിപ്ലോമാറ്റിക് തലത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കി വരുന്നു. അരുൺ തന്നെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ റദ്ദാക്കി അല്ലെങ്കിൽ അത് ഭാഗമായിട്ട് ഡാമിൽ നിന്നുള്ള ജലനീരൊഴുക്ക് കുറയുന്നു. അത് പഞ്ചാബിലെ കർഷകരെ ബാധിക്കും, സിന്ധിലെ മേഖലയെ അത് ബാധിക്കും. ഇസ്ലാമാബാദിൽ തന്നെ ചില ആശങ്കകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതവിടെ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ആശങ്കയുള്ളൊരു ചോദ്യം ഇതാണ്, ശ്രീ KVS ഹരിദാസ്, നമ്മുടെ കാശ്മീർ, നമ്മുടെ ശ്രീനഗർ ഇപ്പോഴും നിശ്ചലമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പഹൽഗാമിലാവട്ടെ, അത് സോനാമാർഗിലാവട്ടെ, അത് ശ്രീനഗറിലാവട്ടെ, ഡാൽ ലേക്കിലാവട്ടെ, ഇന്നത്തെ സൺഡേ മാർക്കറ്റിലാവട്ടെ, അവിടെയെങ്ങും വിനോദസഞ്ചാരികൾ എത്തുന്നില്ല. നഷ്ടപ്പെട്ടത് നമ്മുടെ ശ്രീനഗറിലെ കാശ്മീരിലെ സഹോദരങ്ങളുടെ ജീവിതോപാധിയാണ്. അവിടെ വിനോദസഞ്ചാരികൾ എത്തി 95% ബുക്കിംഗ് ക്യാൻസലേഷൻ. പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് എടുത്ത് നോക്കുകയായിരുന്നു. അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ 1.5 എത്തി 2.4 നിന്ന്. കാര്യമായ ഇമ്പാക്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല നമുക്ക്. ശരിയാണ്, സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നഷ്ടപ്പെടൽ നമ്മുടേതാണ്. അപ്പോൾ തിരിച്ചടി വൈകുന്നോ എന്നൊരു ചോദ്യം ചില കോർണറുകളിൽ നിന്നുണ്ടാവുന്നു. അത് സ്വാഭാവികമായും മിലിറ്ററിയാണ് തീരുമാനിക്കേണ്ടത്. അത് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷേ ആശങ്ക ഏതാണ്? നഷ്ടപ്പെട്ടത് നമുക്കല്ലേ ഇതുവരെയും?
അല്ല അരുൺ ഒരു കാര്യം മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞിട്ട് പാകിസ്ഥാൻ നോർമലൈസ്ഡ് ആകുന്നത് വരെ നമ്മുടെ ചാനലുകൾ എന്താ ചർച്ച ചെയ്തിരുന്നത്? കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അവിടെ ടൂറിസ്റ്റുകളുടെ പ്രവാഹമുണ്ടായി. ഈ ഒരു 10 ദിവസമായിട്ടാണ് പ്രതിസന്ധി ഉള്ളത്. അത് റിക്കവർ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മളൊരു ഒരു സൈനിക നടപടി തുടങ്ങിയാൽ പോലും കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവാഹത്തിന് കാലതാമസമുണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ കാത്തിരുന്നിട്ടേ കാര്യമുള്ളൂ. നാളെ തിരക്ക് പിടിച്ച് പോയി എന്ന് കരുതിയിട്ട് ആരെങ്കിലും നമ്മൾ തിരക്ക് പിടിക്കാനും പാടില്ല. അത് പൂർണ്ണമായിട്ടും സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച സർക്കാരിനോട് കൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷവും ഇന്ന് പ്രിയങ്ക ഗാന്ധിയും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. Debate with Dr. Arun Kumar.